പോലും ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തുന്നു എന്നതിനെ പറ്റിയുള്ള പൂർണ്ണ ധാരണ എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആളുകളെ എത്രയും പെട്ടെന്ന് എങ്ങനെ മാറ്റുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. വിനോദ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനോദ്, എന്തൊക്കെ ദൃശ്യങ്ങൾ, എങ്ങനെയാണ് ഇതിനോട് ആളുകളുടെ ഒരു സഹകരണം, ഈ ഗൗരവം, രാജ്യം നേരിടുന്ന ഈ പ്രധാന വെല്ലുവിളിയുടെ ഗൗരവം ആ നാട് മനസ്സിലാക്കുന്നുണ്ടോ? വിനോദ്. നടത്തുന്നത് വികാസ് ഭവനിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഓഫീസിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മോക്ഡ്രിൽ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ ഫയർ ഓഫീസർ എസ് സൂരജ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ മുന്നോട്ട് പോകുന്നത്. സമുച്ചയത്തിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് ഈ സൈറൻ മുഴങ്ങിയതോടുകൂടി മാറ്റിയിരുന്നു. ബോധവൽക്കരണം നടപടികൾ ഇത് ആദ്യഘട്ടമായി നൽകുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഭാഗമായി തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ ഏതു തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കണം, ആശുപത്രിയിലേക്ക് മാറ്റുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ മോക്ഡ്രില്ലിന്റെ ഭാഗമായി നടക്കുന്നത്. വിമാനത്താവളം ഉൾപ്പെടെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും എയർ റെയ്ഡ് വാണിംഗ് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ മാനദണ്ഡപ്രകാരം നൽകിയിട്ടുണ്ട്. സൈറൻ കേൾക്കുമ്പോൾ ജനങ്ങൾ പൊതു ഇടങ്ങളിൽ കൂടി നിൽക്കുന്നത് ഒഴിവാക്കണം. അതായത് ജനങ്ങൾക്കുള്ളൊരു ബോധവൽക്കരണമായി കൂടി ഈ പരിപാടി മാറുകയാണ്. വീടുകളിലും ഓഫീസുകളിലും ലൈറ്റ് ഓഫ് ചെയ്ത് നിശബ്ദരായി ഇരിക്കണമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഈ മോക്ഡ്രില്ലിന്റെ സമയം ഏതാണ്ട് 4:30 മണി വരെ നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയമാണ്. ഈ സമയത്ത് മോക്ഡ്രിൽ നടക്കുന്ന സമയത്ത് ഈ ദൃശ്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ കൂടി പരിശീലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാവുകയും അപകട സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ കൈക്കൊള്ളേണ്ട മാർഗനിർദ്ദേശങ്ങൾ അതുകൂടി ഈ ഒരു മോക്ഡ്രില്ലിന്റെ ഭാഗമായി പൊതു സമൂഹത്തിന് സന്ദേശമായി നൽകുന്നുണ്ട്. വീടുകളിലും ഓഫീസുകളിലും ലൈറ്റുകൾ ഓഫ് ചെയ്ത് നിശബ്ദരായി ഇരിക്കണമെന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്പെഷ്യൽ ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, കായിക വിനോദ ക്ലാസുകൾ എന്നിവയിൽ പഠിക്കുന്ന കുട്ടികൾ അതത് സ്ഥാപനങ്ങൾക്കുള്ളിൽ തന്നെ തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അഗ്നിശമന സേന തന്നെയാണ് ഇതിന് പ്രധാനമായും ഇതിന്റെ ചുമതല വഹിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക അതാണ് ഈ ഘട്ടത്തിൽ അഗ്നിശമന സേനയ്ക്ക് ഒരു വളരെ നിർണായകമായ ഒരു പങ്കുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ കഴിയേണ്ടത് അഗ്നിശമന സേനയ്ക്കും അതുപോലെ അവർക്ക് ഏറ്റവും ഏകോപനത്തോടെ പ്രവർത്തിക്കേണ്ടത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. അത് എങ്ങനെ നടക്കുന്നു എന്നത് നമുക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ആളുകൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ പങ്കെടുക്കുന്നു എന്നതാണ് ഈ മോക്ഡ്രില്ലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം രാജ്യം ഇത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് വരികയാണെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നതിന്റെ കൃത്യമായ സൂചന ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അതിന്റെ ആ ഒരു ഗൗരവം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആളുകൾ ആ ഗൗരവത്തോടുകൂടി അതിൽ പങ്കെടുക്കുന്നു. അഗ്നിരക്ഷാ സേനയാണ് ഇതിൽ മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ പ്രധാനമായും നിയന്ത്രിക്കുന്നത്. ഒപ്പം കുട്ടികൾ, പ്രത്യേകിച്ച് NCC, സ്കൗട്ട്സ്, ഗൈഡ്സ് എല്ലാവരും തന്നെ വളരെ ശക്തമായി ഈ രംഗത്ത് ഇറങ്ങി ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു. ഓരോ ഇന്ത്യൻ പൗരനും ഒരു രക്ഷാപ്രവർത്തകനായി മാറേണ്ടതിന്റെ സാഹചര്യം എങ്ങനെ എന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 4:30 വരെയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആളുകളുടെ സുരക്ഷ എങ്ങനെ ഉണ്ടാക്കണം, ആളുകളുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കണം, ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ വൈദ്യസഹായം വേണ്ടവർക്ക് എന്തുതരം നീക്കങ്ങൾ നൽകണം, എങ്ങനെ അവരെ തൊട്ടടുത്ത ആശുപത്രികളിൽ എത്തിക്കണം, വൈദ്യസഹായത്തിൻ്റെ ആ പ്രാഥമിക രീതികൾ എന്ത്, അതുപോലെ തന്നെ എങ്ങനെ ആളുകളെ ഒഴിപ്പിക്കാൻ കഴിയും, എങ്ങനെ ആളുകൾക്ക് ഇതിൽ ഓരോ ഇന്ത്യൻ പൗരനും എങ്ങനെ ഇതിലൊരു വോളണ്ടിയറായി ഒരു സന്നദ്ധ പ്രവർത്തകനായി എങ്ങനെ നിലകൊള്ളാൻ കഴിയുമെന്നതിൻ്റെ രൂപരേഖയാണ് നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. യെസ്, ഡാനി പോൾ. എന്നോടൊപ്പം ഡാനി പോൾ കൊച്ചിയിൽ നിന്നും, ഒപ്പം ബി വിനോദ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നു. വിനോദ്, ഈ അഗ്നിശമന സേനയ്ക്ക് വളരെ നിർണായകമായ ഒരു പങ്കാണ് ഈ ഘട്ടത്തിലുള്ളത്. അവരുടെ ഇക്വിപ്മെന്റ്സ്, അവരുടെ സാമഗ്രികൾ എല്ലാം തന്നെ വളരെ വളരെ നിർണായകമാണ്. അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു നമുക്ക് കാണാം. ഇതിൽ സാധാരണക്കാരായ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് വിനോദ് അവിടെ നിന്ന് ഇപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണമായി വരുന്നത്?
ദീർഘമായ ഒരു സൈറനാണ് അപായ മുന്നറിയിപ്പായി നൽകുന്നത്. സുരക്ഷിതമെന്ന സൂചനയാണ് ചെറിയ സൈറൻ. 2 തരം സൈറനുകളാണ് ഉപയോഗിക്കുന്നത്. ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം. സ്കൂളുകളിലും അതോടൊപ്പം തന്നെ ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കണം. റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കണം. മോക്ക് ഡ്രിൽ സമയത്ത് വീടുകളിലെ വെളിച്ചം ഓഫാക്കണം. അതായത് ബ്ലാക്ക് ഔട്ട് എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത്. അതായത് വെളിച്ചം ഉണ്ടായാൽ അവിടെ ആൾ സഞ്ചാരമുണ്ട്, അല്ലെങ്കിൽ ആൾവാസമുണ്ട്, ആളുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഘർഷ സാധ്യത ആ ഒരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് അവിടുത്തെ വെളിച്ചം കെടുത്തുക എന്നതാണ്. ഒരു കാരണവശാലും അവിടെ ആളുകളുണ്ട് അല്ലെങ്കിൽ ജനവാസ മേഖലയാണ് എന്ന് തിരിച്ചറിയാത്ത തരത്തിൽ വിനോദ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യോമാക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ നമ്മൾ ലൈറ്റുകൾ അണയ്ക്കുന്നത്. കാരണം വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് കൂടുതൽ വെളിച്ചം കാണാൻ കഴിയും. അത് സ്ഫോടനം നടത്താൻ ഒരു പ്രകോപനമാകും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ വളരെ ശക്തമായി ഇടപെടൽ നടത്താൻ രാജ്യത്ത് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വെളിച്ചം അണയ്ക്കുക എന്നുള്ളതാണ് ശത്രുവിന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ. അല്ലെ വിനോദ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനു. വീടിനുള്ളിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക. അതായത് ഒരുപക്ഷെ നമുക്ക് കേരളത്തിലൊന്നും അത് പരിചിതമല്ല. പക്ഷേ അതിർത്തി മേഖലയിലുള്ള ആളുകൾക്ക് ഈ ബങ്കർ പോലുള്ള സംവിധാനങ്ങളുണ്ട്, അവിടേക്ക് മാറുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം വീടിനുള്ളിലാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടേക്ക് മാറുക. ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കരുത്. അതായത് ഈ ജനാലകളിലൂടെയോ ആ തരത്തിൽ വായുസഞ്ചാരം കടക്കുന്ന സ്ഥലങ്ങളിൽ അതിനോട് ചേർന്ന് നമ്മൾ ഇത്തരത്തിലുള്ള വിളക്കുകളോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പ്രകാശം പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് എന്ന കാര്യമാണ്. ബ്ലാക്ക് ഔട്ട് സൈറൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുതി ഉപകരണങ്ങൾ തുടങ്ങിയവ ഓഫാക്കുക എന്നതാണ്. അതായത് ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തി ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പ്രധാനമായും ഈ മറ്റ് വിഭാഗങ്ങൾ, അതായത് അഗ്നിശമന സേനയ്ക്കൊപ്പം തന്നെ സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ സേവനം കൂടി ഉറപ്പാക്കുന്നു. അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. ആ തരത്തിൽ ആശുപത്രികളുടെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ തന്നെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആരാധനാലയങ്ങൾ, തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങളുണ്ടെങ്കിൽ ആ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനം പോലും ഇത്തരം ഒരു അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ സജ്ജമാക്കുക എന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും രാജ്യത്ത് ഭീകരാക്രമണം നടത്തുകയും ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത്. ഒരുപക്ഷെ യുദ്ധം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അതിനെ നേരിടുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളെയും നമ്മുടെ സർക്കാരിന്റെ സംവിധാനങ്ങൾ, മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ അത് പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്രമണത്തിന്റെ ഭാഗമായി തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ ഏതു തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കണമെന്ന കാര്യങ്ങളാണ്. ആശുപത്രിയിലേക്ക് മാറ്റുന്നതെങ്ങനെ, ഈ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ ഒരു പരിശീലനം പോലെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, അങ്ങനെ ഒരു മോക്ക് ഡ്രിൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അവരുടെ റേറ്റ് വാർണിംഗ് എന്ന ഒരു സംവിധാനം അവിടെയും ഇത് വിനോദിലേക്ക്